ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് മാത്സിന്റെ ബേസിക്സ് ആണ്. അതായത് നമ്മൾ ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് മാത്സ് ഭയങ്കര പാടുള്ള സബ്ജക്റ്റാണ്, ഭയങ്കര ടഫാണെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ചെയ്താൽ കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെയൊക്കെ പ്രധാന ഒരു കാര്യമാണ് നമുക്ക് ഈ മാത്സിന്റെ ബേസിക്സ് അറിയത്തില്ല എന്നത്. അപ്പോൾ മാത്സിന്റെ ബേസിക്സിലേക്ക് നമ്മൾ പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഈ 4 ആൾക്കാരുടെ യഥാർത്ഥ രീതിയിലുള്ള പ്രയോഗങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പമായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഡിഷനും സബ്സ്ട്രാക്ഷന്റെയും കാര്യങ്ങളാണ്. ഇപ്പൊ ആരെടുത്ത് ചോദിച്ചാലും ഇപ്പൊ 2+1 എത്ര എന്ന് വെച്ചാൽ എല്ലാവരും പറയും എത്ര ആയിരിക്കും, അത് 3. നമുക്ക് ഇത് വലിയ പാടായിട്ടില്ല. അതേപോലെ തന്നെ 2ൽ നിന്ന് 1 പോകാൻ പറഞ്ഞാലും എത്ര ആയിരിക്കും, 1 എന്നറിയും. നമുക്ക് ഇതുപോലുള്ള യൂഷ്വൽ കാൽക്കുലേഷൻസ്, ഈ സാധാരണ രീതിയിലുള്ള അഡിഷൻ സബ്സ്ട്രാക്ഷൻ നമുക്ക് എല്ലാവർക്കും പറ്റും. എന്നാൽ -+3, അതായത് ആദ്യം മൈനസും പ്ലസും വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യുമെന്നുള്ളത് ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇപ്പോഴും ഒരു സംശയമാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആദ്യം മൈനസും പിന്നെ പ്ലസുമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ സബ്സ്ട്രാക്ട് ചെയ്യുക അഥവാ കുറയ്ക്കുക. ഈ 2 സംഖ്യകൾ നമ്മൾ അവിടെ നിന്ന് മൈനസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 3ൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കുക, 1നെ കുറയ്ക്കുക. 3ൽ നിന്ന് 1 കുറച്ചാൽ നമുക്കറിയാം 2 ആണ് കിട്ടുന്നത്. ഇവിടുത്തെ വലിയ സംഖ്യ ആരാ നോക്കുക, 3 ആണോ 1 ആണോ? 3 ആണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. 3ന്റെ സൈൻ എത്ര, -. ഇതേപോലെ തന്നെ -4 -1 +1. അപ്പൊ ഇവിടെ നമ്മൾ ഇതേപോലെ തന്നെ എങ്ങനെയായിരിക്കും, ആദ്യം മൈനസും പ്ലസുമാണ് നമ്മൾ 2 കുറയ്ക്കുന്നത്. 4ൽ നിന്ന് 1 കുറച്ചാൽ നമുക്കറിയാം 3 ആണ്. ഇവിടുത്തെ വലിയ സംഖ്യ എങ്ങനെയാണ്, മൈനസ് ആണ്. അപ്പൊ ഉത്തരം എന്തായിരിക്കും, മൈനസ്. ഈ ടൈപ്പ് ഓക്കെ ആണ് വിശ്വസിക്കും. അടുത്ത നമുക്ക് വരുന്നതാണ് ഇതേപോലെ തന്നെ വരും. പക്ഷെ ആദ്യം നമുക്ക് വരുന്നത് നെഗറ്റീവ് സംഖ്യയായിട്ട് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അതായത് ആദ്യം മൈനസും പിന്നെ പ്ലസുമാണ്. ഇവിടുത്തെ ഇതിൽ നിന്ന് എന്താണ് മാറ്റം എന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ 2 കുറയ്ക്കുന്നു. 3ൽ നിന്ന് 1 പോയാൽ എത്ര, 2 ആണ്. പക്ഷെ ഇവിടുത്തെ വലിയ സംഖ്യ എന്ന് പറയുന്ന ആരാ, 3 ആണ്. ഇവിടെ 3ന്റെ സൈൻ എത്ര, പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ എത്ര ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ നമുക്ക് നെഗറ്റീവ് വന്നത് എന്തുകൊണ്ടായിരുന്നു, ഇവിടുത്തെ വലിയ സംഖ്യ എന്തുവരും, നെഗറ്റീവ് ആയതുകൊണ്ട്. അതേപോലെ തന്നെ -5 + 10. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കും. നമ്മൾ 10ൽ നിന്ന് 5 കുറയ്ക്കും. 10ൽ നിന്ന് 5 കുറച്ചാൽ എത്ര ഉത്തരം, 5 ആണ്. ഇവിടുത്തെ വലിയ സംഖ്യ എന്ന 10 ആയതുകൊണ്ട് നമുക്ക് എത്രയായി, പോസിറ്റീവ് സംഖ്യ. അപ്പൊ ആദ്യം നമ്മൾ യൂഷ്വലായിട്ടുള്ള പ്ലസ് പഠിച്ചു, മൈനസ് പഠിച്ചു. ആദ്യം മൈനസും പ്ലസും വരുന്നു. ഇനി നമുക്ക് തീർച്ചയായിട്ടും വരുന്ന 2 എന്തുമായിരിക്കും, മൈനസ് ആയിരിക്കും. -1 -2. ഇവിടെ നമുക്ക് 2ഉം മൈനസ് ആണ്. അതായത് -1ന്റെ സൈൻ എത്ര, 1ന്റെ സൈൻ എത്ര, മൈനസ് ആണ്. 2ന്റെ എത്ര, മൈനസ്. 2ഉം മൈനസ് ആയാൽ നമ്മൾ തീർച്ചയായിട്ടും 2 കൂടെ കൂട്ടുക. 2 കൂടെ കൂട്ടി എത്ര, 3 ആയിരിക്കും. ഇവിടെ കോമൺ ആയിട്ട് നമ്മൾ ആരെ കൊടുക്കുക, മൈനസ് കൊടുക്കുക. കോമൺ ആയിട്ട് ആരെ കൊടുക്കുക, -4 -7. ഇവിടെ 2 മൈനസ് ആണ് വേണ്ടത്. 2 മൈനസ് ആണ് നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണമെന്ന് കൂട്ടുക. 7 4 കൂട്ടിയാൽ 11 ആണ്. കോമൺ ആയിട്ട് മൈനസ്. ഇത്രയുമാണ് നമ്മൾ യൂഷ്വലായിട്ട് പ്ലസും മൈനസിനും. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് തെറ്റിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആദ്യം മൈനസും പ്ലസും വന്നതിന്. ആദ്യം പ്ലസും മൈനസുമായിട്ട് നമുക്ക് ഒരേ സംഖ്യകൾ വന്നാൽ 2 കൂടെ കുറയ്ക്കുന്നു. 1ൽ നിന്ന് 1 പോയാൽ എത്ര ആയിരിക്കും, 0 ആണ്. 0ത്തിന് നമ്മൾ സൈൻ കൊടുക്കാറില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡു വാച്ച് ആൻഡ് സപ്പോർട്ട്.